എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ദേവി ഭക്തന്മാർ കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ്. അതായത് ദേവിമാർ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കാണപ്പെടുന്ന 5 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ ഓരോന്നുമായി കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ട്. പറഞ്ഞു വന്നത് എന്താണ്? ദേവീ ഭക്തന്മാർക്ക് കാണുന്ന ദേവി കൂടെയുണ്ട്, ദേവി കൂടെ ഉള്ളപ്പോൾ കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ്. അതെല്ലാവർക്കും എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനാലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. നമുക്ക് പലതും നമ്മൾ കാണുമ്പോൾ അത് എന്താ ഏതാണെന്ന് നമുക്കറിയില്ല. എന്നിട്ട് നമ്മളത് പലവരോടും ചോദിക്കും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, മറ്റുള്ളവർക്ക് നിങ്ങൾക്കത് പകർന്ന് നൽകുകയും ചെയ്യാം. അപ്പോൾ ദേവിമാർ എന്ന് പറഞ്ഞ അമ്മ, നമ്മൾ അമ്മയായി ആരാധിക്കുന്നു. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും അമ്മയോട് പറയുന്നു. അമ്മയുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ വീട്ടിൽ അമ്മയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹാമായയായ പരാശക്തിയുടെ വിവിധ ഭാഗങ്ങളായ ദേവിമാരെ നമ്മൾ ആരാധിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദേവി ഭക്തന്മാർക്ക് ചില അനുഭവങ്ങളുണ്ടാകും. ആ 5 കാര്യങ്ങളെയാണ് ഞാൻ ഇവിടെ ഇന്ന് സൂചിപ്പിക്കുന്നത്. ആദ്യം പറയുന്നത് സ്വപ്നദർശനം. സ്വപ്നദർശനത്തിൽ ദേവീദേവന്മാരെ കാണുക, അത് നല്ലൊരു ലക്ഷണമാണ്. ദേവി നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. മാത്രമല്ല, ജന്മങ്ങാന്തരങ്ങളായി മുജ്ജന്മങ്ങളിലെല്ലാം നമ്മൾ ദേവിയെ ആരാധിച്ചിരുന്നു എന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ പിറ്റേന്ന് രാവിലെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുത് ശക്തിക്കൊത്ത വഴിപാട് കഴിച്ച് പോരേണ്ടതാണ്. അത് നല്ലതാണ്. പിന്നെ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയണം നമ്മോട് എന്ന് കരുതി നമ്മൾ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ എല്ലാം മറന്ന് ആ പ്രതിഷ്ഠയിലേക്ക് തന്നെ നമ്മൾ നോക്കി പകച്ചു നിൽക്കുന്നു. അങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാകാറുണ്ടോ? അതേപോലെ തന്നെ നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു വരിക, ദുഃഖങ്ങൾ തോന്നുക, കരയുക, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദേവി നമുക്കൊപ്പം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അത് മഹാഭാഗ്യമാണ്. അതെല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല. കാരണം ദേവിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും എന്തെന്നറിയാതെ നമ്മൾ കരഞ്ഞു പോകുക, അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല. കിട്ടിയവർ മഹാഭാഗ്യവരാണ്. അവർ കൂടുതൽ ദേവിയിലേക്ക് അടുക്കുക, പ്രാർത്ഥനകളും വഴിപാടുകളും മുടക്കില്ലാതെ നടത്തി മുന്നോട്ട് പോകുക. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. ബ്രഹ്മമുഹൂർത്തം. നമ്മളിപ്പോൾ എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരൊന്നല്ല. പല കാരണത്താലും നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കാറില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമ്മൾ ഭക്തന്മാരാണോ അല്ലെങ്കിൽ ഉപാസകരാണോ, നമ്മൾ എത്ര ഉറക്കത്തിലാണെങ്കിലും പെട്ടെന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക. എഴുന്നേൽക്കണമെന്നില്ല, നമ്മൾ ഉണരുക. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കണ്ട് ഉണരുക, അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ട് ഉണരുക. അതും നല്ലൊരു ലക്ഷണമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഉണരുന്നതോ ദേവീദേവന്മാരുടെ സ്വപ്നം കാണുന്നതോ അത് നല്ലൊരു ലക്ഷണമാണ്. അങ്ങനെയുള്ളവരും ദേവിയെ കൂടുതലായി പ്രാർത്ഥന ചെയ്യുക, ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക. അതുപോലെ തെറ്റുകൾ
നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ചിലവർക്ക് എത്ര തെറ്റ് ചെയ്താലും മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവില്ല, അത് തെറ്റായിട്ട് അവർക്ക് തോന്നില്ല. എന്നാൽ ഭക്തന്മാർ ഒരു തെറ്റ് ചെയ്താൽ അവർക്ക് കുറ്റബോധമുണ്ടാകും. അങ്ങനെ കുറ്റബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ ചെയ്തത് ശരിയല്ലല്ലോ, ഞാൻ ചെയ്തത് തെറ്റല്ലേ, അത് എൻ്റെ ദേവിക്ക് ഇഷ്ടപ്പെടൂ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് അത് തൃപ്തിയല്ല, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, നാളെ ഞാൻ അത് ചെയ്യരുത് എന്നൊരു കുറ്റബോധം നിങ്ങളിലുണ്ടോ എന്നാൽ അത് നല്ല ലക്ഷണമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദേവി കൂടെയുണ്ട്. പിന്നെ ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യാതെ പോകാൻ നമ്മൾ ശ്രമിക്കുക. കലിയുഗമാണ്, പലവർക്കും പല തെറ്റുകളും പറ്റാം. പക്ഷെ അത് മനസ്സിൽ കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ അത് നല്ല ലക്ഷണമാണ്. നിങ്ങൾ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയായി മുന്നോട്ട് പോവുക. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. പിന്നെ നിരീക്ഷണം, അതായത് നമ്മളറിയാതെ നമ്മളാരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുക. ആരോ നമ്മളെ നോക്കുന്നു, ആരോ നമ്മുടെ പുറകിലുണ്ട്. അതുപോലെ പാദസരത്തിൻ്റെ കിലുക്കം, കുപ്പിവളയുടെ കിലുക്കം, ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദേവി നിരീക്ഷിക്കുന്നുണ്ട്, ദേവി നിങ്ങളുടെ ഒപ്പമുണ്ട്, കൂടെയുണ്ട്, സന്തോഷമായിരിക്കൂ, സമാധാനമായിരിക്കൂ. ഈ 5 ലക്ഷണങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. എല്ലാ ദേവി ഭക്തന്മാരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും.